കേരളത്തിലെ ഡിജിറ്റൽ മാധ്യമ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ രേഖപ്പെടുത്താവുന്ന അഭിമാനകരമായ ഒരു വലിയ ചടങ്ങിനാണ് മധ്യ തിരുവിതാംകൂർ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. കേവലം വാട്സപ്പ് കൂട്ടായ്മകളിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിശ്വസ്ത മാധ്യമ ശബ്ദമായി മാറിയ 140 ന്യൂസ് ചാനലും പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ AITMSഉം സംയുക്തമായി സംഘടിപ്പിച്ച പ്രഥമ അക്ഷരമുദ്ര പുരസ്കാര സമർപ്പണം അത്യന്തം ഗംഭീരമായാണ് ഓണാട്ടുകരയുടെ മണ്ണിൽ പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ വെച്ച് പൂർത്തിയായത്. ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായാവാം ഒരു ഓൺലൈൻ ചാനൽ ഇത്തരത്തിലൊരു പുരസ്കാര സമർപ്പണം നടത്തുന്നത്. അതും കേവലം 140 ന്യൂസിന്റെ മാത്രം ഡിജിറ്റൽ മാധ്യമങ്ങളിൽ മാത്രം അറിയിപ്പ് നൽകിക്കൊണ്ട്. പക്ഷേ സംഘാടകരായ ഞങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് വലിയ ആവേശത്തോടെയാണ് വിദ്യാർത്ഥി സമൂഹവും പൊതുസമൂഹവും ഈ പരിപാടി ഏറ്റെടുത്തത്. 140 ന്യൂസ് ചാനലിന് തുടക്കം കുറിച്ച മാവേലിക്കര, ഹരിപ്പാട്, കായംകുളം മേഖലയിൽ +2 പരീക്ഷയിൽ 70% മാർക്ക് വാങ്ങി ഉന്നത വിജയം കരസ്ഥമാക്കിയ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകാനായി സംഘടിപ്പിച്ച അക്ഷരമുദ്ര പുരസ്കാരത്തിനായി 5 ദിവസത്തിൽ വന്നു ചേർന്നത് 963 രജിസ്ട്രേഷനുകളാണ്. ചടങ്ങിൽ എത്തിച്ചേർന്നത് 1800ഓളം ആളുകളും. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ കരിയർ ദിശാബോധം നൽകുന്നതിനായി ഒരുക്കിയ കരിയർ ഗൈഡൻസ് ക്ലാസ് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും വലിയൊരു അനുഗ്രഹമായി മാറി. മാവേലിക്കര, കായംകുളം, ഹരിപ്പാട് തുടങ്ങിയ വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുള്ള ഒട്ടനവധി പ്രതിഭകളെയാണ് പ്രഥമ അക്ഷരമുദ്ര പുരസ്കാരം നൽകി ആദരിച്ചത്. ഇതിനോടൊപ്പം തന്നെ മാധ്യമ രംഗത്ത് ഗുണപരമായ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു വർഷത്തെ ജേർണലിസം ഡിപ്ലോമ കോഴ്സ് 140 ന്യൂസ് മീഡിയ അക്കാദമി ഈ അധ്യയന വർഷം മുതൽ ആരംഭിക്കുമെന്ന പ്രഖ്യാപനവും ഈ വേദിയിൽ വെച്ച് നടത്തി. നവമാധ്യമ രംഗത്തെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നേറ്റമാണ് 140 ന്യൂസ് ചാനൽ ലക്ഷ്യമിടുന്നത്. ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സിലൂടെ ജേർണലിസം കോഴ്സിനോട് താല്പര്യമുള്ള യുവ തലമുറയെ ഈ രംഗത്തെ സമസ്ത മേഖലകളിലും പ്രാപ്തരാക്കുകയും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പാക്കാനുമുള്ള പാഠ്യ പദ്ധതിയാണ് മുന്നോട്ട് വെക്കുന്നത്. പഠനത്തോടൊപ്പം മാധ്യമ മേഖലയിൽ ജോലി ചെയ്യുവാനുള്ള അവസരവും പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ മികവ് പുലർത്തുന്നവർക്ക് ജോലി ഉറപ്പു നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രഥമ അക്ഷരമുദ്ര പുരസ്കാര വിതരണ ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാന സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് M. ലിജു ആണ്. ഇവിടെ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, ഇവിടെ 70% മുകളിൽ മാർക്ക് ലഭിച്ച എല്ലാ കുട്ടികളെയും ഇവിടെ വിളിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. സാധാരണഗതിയിൽ എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികൾ എന്നാണ് പൊതുവൊരു കാറ്റഗറി. ഒരു വിഷയത്തിന് ഇപ്പോൾ A ലഭിച്ചാൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിക്കുമ്പോൾ ഒരു വിഷയത്തിന് A ആയി പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് ഒരു മാർക്ക് കുറഞ്ഞു പോയാൽ അത്തരത്തിൽ കുട്ടികൾ അവഗണിക്കപ്പെടുന്നത് സാധാരണഗതിയിൽ നമുക്ക് അല്പം ദുഃഖം പകരും. കാരണം ഒരു പരീക്ഷയ്ക്ക് ഒരു ദിവസം ഒരല്പം ശാരീരികമായ ഒരു അവശത ഉണ്ടായാൽ തന്നെ മാർക്ക് കുറയാം. അപ്പോൾ ഇതിപ്പോൾ ഒരു കാറ്റഗറിയായി 70% മുകളിൽ തന്നെയുള്ള കുട്ടികളെ മുഴുവൻ ക്ഷണിച്ചിരിക്കുന്നത് ഒരർത്ഥത്തിൽ ഒരു നീതിയാണ്. ഒരു ദിവസം ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടാലും ഒരു വിഷയത്തിന് അല്പം മാർക്ക് കുറഞ്ഞു പോയാലും സമഗ്രമായി ചിന്തിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടുന്നില്ല എന്ന ഒരു സന്ദേശം നൽകുന്നുണ്ട്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ അവാർഡ് ദാന ചടങ്ങ് കൂടുതൽ ധന്യമായി മാറി. സാധാരണ ഫുൾ A+ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് കൂടുതലും ആദരവ് നൽകാറുള്ളത്. ഒരു നിശ്ചിത മാർക്ക് കണക്കാക്കി 70% മുകളിലുള്ളവരെയാണ് ഇവിടെ ആദരിക്കാൻ വേണ്ടി. നമ്മുടെ വിദ്യാർത്ഥികൾ +2 പാസ്സായി കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ച് അവർക്ക് തന്നെ ഒരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ്. രക്ഷിതാക്കൾക്കും ഒരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ്. അധ്യാപകർ ക്ലാസ് റൂമുകളിൽ ക്ലാസ് എടുക്കുമ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അധ്യാപകൻ ഒരു പ്രത്യേക പരിചരണം കൊടുക്കാറുണ്ട്.
ആ ഘട്ടത്തിൽ ഈ വിദ്യാർത്ഥി ആരായിരിക്കണമെന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും സന്ദർഭത്തിൽ ചില നിർദ്ദേശങ്ങളും കൊടുക്കാറുണ്ട്. അത് കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ വേരുറപ്പിച്ച് രക്ഷിതാക്കളുമായി ആശയവിനിമയം നടത്തിയതിൻ്റെ ഭാഗമായി +2-ന് ഉന്നതമായ മാർക്ക് വാങ്ങി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉന്നത വിദ്യാഭ്യാസം സെലക്ട് ചെയ്യുന്നുള്ളതാണ്. അത് ആ വിദ്യാർത്ഥിയുടെ കടമ കൂടിയാണ് എന്നുള്ളതാണ്. രക്ഷിതാക്കൾക്ക് സ്വാഭാവികമായി ആ കാര്യത്തിൽ നിർബന്ധമില്ല എങ്കിൽ തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം സിലബസിലൂടെ കാര്യങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാക്കുകയെന്ന് മാത്രമല്ല, ഭാവിയിൽ ഒരു തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സാധ്യത കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് വിദ്യാഭ്യാസത്തിൻ്റെ തലത്തെ നാം തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. +2 പാസ്സായിട്ട് നമ്മൾ അടുത്ത അഡ്മിഷൻ എന്താണ് എന്ന് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങളെല്ലാവരും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന ഒരു ലക്ഷ്യമായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ. ആ 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന കാലഘട്ടം മാറി ഇന്ന് +2 ആണ് ഒരു കുട്ടിയുടെ കരിയറിൻ്റെ ഒരു കാലഘട്ടം. +2 കഴിഞ്ഞിട്ടാണ് ആ കുട്ടി ഏത് കരിയറാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള ഒരു മാനദണ്ഡം കണക്കാക്കുന്നത് +2 വിദ്യാഭ്യാസമാണ്. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ്സിലെ മാർക്ക് എന്ന് പറയുമ്പോൾ ഇന്നൊരു +1-ന് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി മാത്രമായി മാറിയിരിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ +2 എന്നാണ് ഇന്നത്തെ ഒരു ടേണിംഗ് പോയിന്റ്. പല കുഞ്ഞുങ്ങളും പലരുടെ അഭിപ്രായത്തിൽ അവർക്ക് പല പല താല്പര്യങ്ങളുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. രക്ഷകർത്താക്കൾക്ക് താല്പര്യം ഉണ്ടാകാം, കുഞ്ഞുങ്ങൾക്ക് താല്പര്യം ഉണ്ടാകാം, പല രീതിയിലുള്ള പല രക്ഷകർത്താക്കളും കുഞ്ഞുങ്ങളെ പല മേഖലയിലേക്ക് അയക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി ഇരിക്കുന്ന പല രക്ഷകർത്താക്കളും. എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, കുഞ്ഞുങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് അവരെ വിടുക. മികച്ച വിദ്യാഭ്യാസത്തിന് ശേഷം ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ നല്ല കർഷകനോ ആരുമായിക്കൊള്ളട്ടെ, കായിക താരമോ സിനിമാ താരമോ കലാകാരനോ കലാകാരിയോ ആരുമായിക്കൊള്ളട്ടെ, അതിനൊരു പങ്ക് പൊതുപ്രവർത്തനത്തിനും രാഷ്ട്രീയത്തിനും കൂടി വേണം. നല്ല നേതാക്കന്മാരെ നമ്മുടെ നാടിന് ആവശ്യമുണ്ട്. നല്ല നേതൃത്വം, മികച്ച വിദ്യാഭ്യാസമുള്ള നേതൃത്വം, ചിന്താശേഷിയുള്ള നേതൃത്വം, ഈ നാടിന്റെ ചരിത്രമറിയുന്ന നേതൃത്വം, ഈ നാടിന്റെ മണ്ണിന്റെ മണമുള്ള നേതൃത്വം ഉണ്ടാകുകയും വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ നാടിൽ ആഴത്തിൽ വേരുകളുള്ള ജനതയുണ്ടാകണം. അപ്പോൾ മാത്രമേ നല്ല നേതൃത്വം ഉണ്ടാവുകയുള്ളൂ. എന്തിനകത്തും നല്ലതാവുക എന്നുള്ളതാണ് അല്ലേ. നിങ്ങൾ ഡോക്ടറാകാൻ തീരുമാനിച്ചാൽ നല്ല ഡോക്ടറാകണം. നിങ്ങൾ കായിക താരമാകാൻ തീരുമാനിച്ചാൽ മികച്ച കായിക താരമാകണം. അപ്പൊ അതിന് ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ ബേസിക്കലി നല്ല മനുഷ്യരാകണം അല്ലെ. നല്ല മനുഷ്യന് മാത്രമേ നല്ല ഡോക്ടറും നല്ല നേതാവും നല്ല അഭിനേതാവും ഒക്കെ ആകാൻ സാധിക്കൂ. അപ്പൊ ആ ഒരു നല്ല മനുഷ്യനാകണമെങ്കിൽ തീർച്ചയായും ഈ മണ്ണിനെ പറ്റി ഈ നാടിനെ പറ്റി ഒരു ബോധ്യമുണ്ടാകണം. നാം ഒക്കെ ഭാരതീയരാണ്. നാം ആരുടെ പിൻഗാമികളാണ്? എന്താണ് എൻ്റെ പാരമ്പര്യം? എൻ്റെ തലമുറ എവിടെ നിന്ന് തുടങ്ങുന്നു? ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ബോധ്യമുണ്ടാകണം. മനുഷ്യൻ വളരെ മനോഹരമായ ഒരു പദമാണ്. ജീവജാലങ്ങളിൽ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ് മനുഷ്യജന്മം. ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യ വിഭവശേഷിയാണ്. ഈ മനുഷ്യ വിഭവശേഷിയെ നേരായ മാർഗത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മുൻപ് പലരും സൂചിപ്പിച്ച പോലെ ഈ ബ്രെയിൻ ഡ്രെയിൻ ഒഴിവാക്കാം. ഇന്ത്യയിൽ നിന്നും നമ്മളുടെ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലികൾ നോക്കി ചേക്കേറി പോകുമ്പോഴും നമ്മൾ കാണേണ്ട ഒരു വിരോധാഭാസമുണ്ട്. നേപ്പാളിലും മറ്റ് രാജ്യങ്ങളിലും കിടക്കുന്നവരുടെ ഒരു ഗൾഫ് രാജ്യമായി നമ്മുടെ കേരളം മാറുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാം ഇപ്പോൾ ലോകകപ്പ് നടക്കുന്നു. ഈ ലോകകപ്പ് നടക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ ഫ്ലെക്സുകൾ റോഡിൽ വെക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശേഷി മനുഷ്യ വിഭവശേഷിയാണെന്ന് പറയുമ്പോഴും ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇന്ത്യക്ക് ഒരു ടീമിനെ നമ്മൾക്ക് അയക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വളരെ വിമർശന ബുദ്ധിയോടെ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മളെല്ലാവരും റോഡുകളിൽ ഫുട്ബോൾ മത്സരത്തിന്റെ ഫ്ലെക്സുകൾ വെച്ച്
ആഘോഷിക്കുമ്പോഴും ഇന്ത്യയുടെ എന്ന് പറയുന്ന ഒരു ടീമിനെ നമ്മൾക്ക് വെക്കാൻ കഴിയുന്നില്ല. അതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് പറ്റുന്ന അപജയങ്ങൾ. മുൻപ് പലരും സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ലാഞ്ചന ഇല്ലാത്തൊരു വിദ്യാഭ്യാസ സംസ്കാരം ഉടലെടുക്കുന്നതിൻ്റെ പ്രതിഫലനമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഈ ഒരു അക്ഷരമുദ്ര പുരസ്കാരം നേടാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഉന്നതമായ ഒരു ജീവിതം ആശംസയോടെ നിർത്തുന്നു. നന്ദി, നല്ല നമസ്കാരം. അക്ഷരമുദ്ര ആ പദത്തിൽ തന്നെ അറിയാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്ന് ഈ പുരസ്കാരം ഇവിടെ നമുക്ക് തരുന്നതെന്നുള്ളത്. എന്തുകൊണ്ടും വാർത്താവിനിമയ രംഗത്ത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു പ്രസ്ഥാനമാണ് ടെലിവിഷൻ. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ അടുത്ത ഒരു ഘട്ടത്തിലേക്കുള്ള ഒരു കാൽവെപ്പായിട്ട് +2 കഴിയുമ്പോൾ നമ്മൾ പല മേഖലകളിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമാണ്. ഇവിടുന്നാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിലേക്ക് മാറുന്നത്. നമ്മൾ ഏത് മേഖലയിലേക്ക് പോകണം, നമ്മൾ ആരാകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായൊരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്, ഒരു സമയമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ +2 കാലഘട്ടം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളാണ് നിങ്ങളുടെ മേഖല തിരഞ്ഞെടുക്കേണ്ടത്. പണ്ടൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മാമാരും ഒക്കെ പറയുമായിരുന്നു, നീ ഇന്ന മേഖലയിൽ ഇന്നത് പഠിക്കണം, ഇന്നത് പഠിച്ചാൽ മതി. അങ്ങനെ നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരിൽ 99.9% ആൾക്കാരും അവരവർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, അവരവർ നിശ്ചയിച്ചിരിക്കുന്ന, അവരുടെ അഭിരുചിക്ക് നല്ലത് എന്ന് തോന്നി മുമ്പോട്ട് പോയിരിക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുത്ത പ്രസ്ഥാനങ്ങളിലാണ്. അവരെല്ലാം നല്ല ഉയർന്ന രീതിയിൽ മനുഷ്യസ്നേഹികളായിട്ടും 4 പേരെ അറിയുന്ന രീതിയിലും മറ്റ് സാമൂഹിക സംഘടനകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇതിനെല്ലാം പുറമെ ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ അത്ഭുതമായി മാറിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 4 നിർധനരായ കുട്ടികൾക്ക് ATMS സ്ഥാപകൻ ശ്രീരാജ് തന്റെ സ്ഥാപനത്തിൽ സൗജന്യ വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്ത വലിയ പ്രഖ്യാപനമായിരുന്നു. സമൂഹത്തോടുള്ള പ്രതിബദ്ധത വ്യക്തികളും ഭരണ സംവിധാനങ്ങളും ഒരേപോലെ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സാമൂഹിക സുരക്ഷയാണ് ഈ ചടങ്ങിലൂടെ വ്യക്തമായത്. ഇതൊരു തുടക്കം മാത്രമാണ്. വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും അനുമോദനം നൽകാനുള്ള തീരുമാനത്തിലാണ് 140 ന്യൂസ് ചാനൽ ടീം. 140 ന്യൂസ് ചാനലിന്റെ വളർച്ച പോലെ ഓണാട്ടുകരയുടെ മണ്ണിൽ നിന്ന് തുടങ്ങിയ അക്ഷരമുദ്ര പുരസ്കാര സമർപ്പണം അടുത്ത ഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിലെ 9 മണ്ഡലങ്ങളിലേക്കും തുടർന്ന് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന തരത്തിലേക്കും എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നമ്മുടെ നാടിന് വലിയ അഭിമാനവും ഒപ്പം പുതിയൊരു പ്രതീക്ഷയും നൽകുന്ന ഇത്തരം ശുഭവാർത്തകളിൽ കൃത്യമായ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെക്കുറിച്ചും വരും തലമുറയ്ക്കായി ഒരുക്കേണ്ട മികച്ച നയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ഈ വലിയ വിജയം പരമാവധി ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നാടിന്റെയും കുട്ടികളുടെയും സുരക്ഷിതമായ ഭാവിക്കായി ഇത്തരം പോസിറ്റീവായ സാമൂഹിക മാറ്റങ്ങളെ നമുക്ക് ഒന്നിച്ച് നെഞ്ചേറ്റാം. ഈ മനോഹരമായ വാർത്ത കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുക. അതോടൊപ്പം തന്നെ മിടുക്കരായ നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള നിങ്ങളുടെ ആശംസകളും അഭിപ്രായങ്ങളും താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക.